വാഷ്റൂമിൽ മൂളിപ്പാട്ടും വെള്ളം വീഴുന്ന ശബ്ദവും കേൾക്കാം. ലക്ഷ്മി ടേബിളിലിരിക്കുന്ന പ്ലേറ്റിലേക്ക് നോക്കി. എനിക്കായിരിക്കും. ഹൃദയം സന്തോഷത്തിൽ തുള്ളി കുതിക്കുന്നു. അവൾ ബെഡിൻ്റെ ഒരു സൈഡിൽ ചരിഞ്ഞു കിടന്നു. ലാമ്പിൻ്റെ അടുത്തിരിക്കുന്ന അവർ ഒന്നിച്ചുള്ള ഫോട്ടോയിലേക്ക് മിഴികളൂന്നി. യാദവല്ല അഭിമന്യു, വിശ്വസിക്കാം. ഉടനെ അച്ഛനെ കാണണം, എല്ലാം പറയണം, അനുഗ്രഹം വാങ്ങണം. പിന്നെ ശരീരം വിറയ്ക്കുന്നതായി തോന്നിയതും ബ്ലാങ്കറ്റ് എടുത്ത് പുതച്ചു. അവൻ്റെ സ്വന്തമാകാൻ, ആ രാവണൻ്റെ ഉടലിലേക്ക് ചേരാൻ അവൾ കൊതിച്ചുപോയ നിമിഷം. ഒരുപാട് വൈകില്ല. ഇയാൾ മോഹിച്ചതുപോലെ ഒരു ബേബി ഡോൾ. അവൾ വയറ്റിൽ വിരൽ വെച്ചു. ഞാനും ആഗ്രഹിച്ചിരുന്നു ഒരു കുഞ്ഞിനെ, പക്ഷേ കിട്ടാത്തത് നന്നായി. ഇല്ലേൽ ആ പാവത്തിൻ്റെ അവസ്ഥ. അഫി പുറത്തിറങ്ങുന്ന ശബ്ദം കേട്ടതും കണ്ണുകൾ മുറുകെ അടച്ചു. ഹോ ഉറക്കമായോ? ഒരു ട്രാക്ക് പാൻറ്റും സ്ലീവ്ലെസ് ടീഷർട്ടും ധരിച്ചു. പെട്ടെന്ന് ലക്ഷ്മി ബെഡിൽ നിന്ന് ഉയർന്നു. അവൾ പേടിച്ചതേയില്ല. അവനിൽ നിന്ന് ഇതാണ് ലക്ഷ്മി ആഗ്രഹിച്ചതും. സീത കള്ളിപ്പെണ്ണാണല്ലേ? കണ്ണിൽ പ്രണയം മാത്രം നിറച്ച് അവൾ തലകുലുക്കി. ഈ ഉറക്കം നടിക്കുന്നത് മാത്രമാണോ, അതോ വലിയ കള്ളത്തരങ്ങൾ എന്തേലും സീതാലക്ഷ്മി ചെയ്തിട്ടുണ്ടോ? അവൻ അർത്ഥം വെച്ചാണ് ചോദിച്ചത്. ലക്ഷ്മിയുടെ നെഞ്ചിൽ ഒരു സൂചി തുളച്ചിറങ്ങുന്നത് പോലെ തോന്നി. എന്താടി പറയ്. ഇല്ല. എന്ത് കള്ളം? ശരിയാ, ഒരു കള്ളവുമില്ല. എൻ്റെ സീതപ്പെണ്ണ് രാവണനോട് ഒന്നും മറച്ചു വെക്കില്ല. ലക്ഷ്മിയുടെ കണ്ണുകൾ പിടച്ചു. തലയ്ക്കുള്ളിൽ ഒരു പുകച്ചിൽ. വൈറ്റ് ടോപ്പും യെല്ലോ പലാസോയുമാണ് വേഷം. ഇന്നെന്താ ചുരിദാറിൽ? റൂമിൽ തന്നെയുള്ള സെറ്റിയിൽ ചാരിയിരുന്ന് അവളെ കൈക്ക് കുറുകെ വെച്ചു. അത് ഇഷ്ടായി. കൊള്ളാം. അങ്ങനെ അവൻ കുറുകിയ കണ്ണോടെ തലകുലുക്കി. അല്ല, സാറ് അതുകൊണ്ട് ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ. അവൾ കുറുമ്പ് നിറഞ്ഞ മുഖത്തോടെ തലചരിച്ചു. സാരി ആയാലും ചുരിദാർ ആയാലും രാവണനെല്ലാം ഒരുപോലെ. പിന്നെ സാരിയാണേൽ ഒത്തിരി ഇഷ്ടം. നിന്നെ അങ്ങനെ കാണാനാണ് ആഗ്രഹവും. അവൻ്റെ നോട്ടത്തിൽ പൂത്തുലഞ്ഞു പോകുന്നു. ഫുഡ് കഴിക്കണ്ടേ? അഫി ചോദിച്ചു. ലക്ഷ്മി അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി. അഫി അവളെ ഇടം കൈവച്ച് ചുറ്റിപ്പിടിച്ചു. ഞാൻ വാരിത്തരാം. അവൻ ചോറ് വാരി കൊടുക്കുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൾ സന്തോഷത്തിൽ നിറഞ്ഞു. കൈ കഴുകി വന്നതും വീണ്ടും സെറ്റിയിൽ അതുപോലെ ഇരുന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കി കിടന്ന് കണ്ണുകൾ അടയാൻ തുടങ്ങി. അഫി തല താഴ്ത്തി നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. ടെൻഷനും സങ്കടവും ഒന്നും വേണ്ട, കൂളായി ഉറങ്ങിക്കോ, ഞാനുണ്ടൊപ്പം. അവൾ പതിയെ മയങ്ങി. അഫി സെറ്റിയിൽ തല ചാരി വെച്ചു. എത്ര ഇളക്കി മറിച്ച് ചോദിച്ചിട്ടും സീത വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഒന്നും പറയുന്നില്ലല്ലോ. നിമിഷങ്ങൾക്ക് ശേഷം അവളെ എടുത്തുകൊണ്ടുവന്ന് ബെഡിൽ കിടത്തി പുതച്ചു കൊടുത്തു. AC അഡ്ജസ്റ്റ് ചെയ്തു. ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. വക്കീലിനെ വിളിച്ച് നാളത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞുറപ്പിച്ചു. തിരികെ വന്ന് അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു. റിവോൾവിംഗ് ചെയറിൽ ചാരി കിടക്കുമ്പോൾ ക്യാബിൻ ഡോർ തുറന്ന് ആരവ് കയറി. വാ പെണ്ണെ, അവൻ തിരിഞ്ഞു നോക്കി പറഞ്ഞു. എന്താടാ അവിടെ? അഫി ഗൗരവത്തിൽ ചോദിച്ചു. അത് നിത്യ, നിന്നെ കാണാൻ വന്നതാ, പക്ഷെ ഇപ്പോൾ വയ്യാന്ന്. കമ്മിൻ നിത്യ, അഫി ഉറക്കെ പറഞ്ഞു. അവൾ പെട്ടെന്ന് ഡോർ തല്ലി പൊളിച്ച് അകത്ത് കയറി. അഫി, ഈ ഞായർ ഞങ്ങളുടെ വിവാഹമാണ്. വലിയ ആർഭാടമൊന്നുമില്ല. 2 മനസ്സുകൾ ഒന്നായി ചേരുന്നു. ഫസ്റ്റ് ലെറ്റർ നിനക്കാണ്. ആരവ് കല്യാണ ലെറ്റർ അവന് മുന്നിലേക്ക് നീട്ടി. അഫി ചെയറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അത് വാങ്ങി. കൺഗ്രാറ്റ്സ്. അവൻ കൈ നീട്ടി. താലികെട്ട് ഇവിടെ ക്ഷേത്രത്തിൽ വെച്ചാണ്. വലുതായിട്ട് ആരെയും ക്ഷണിച്ചിട്ടില്ല. ഈവനിങ് വീട്ടിൽ വെച്ച് റിസപ്ഷനുണ്ട്. അതിന് നമ്മുടെ ഓഫീസ് സ്റ്റാഫ്സിനെ എല്ലാവരെയും ക്ഷണിക്കും. നീ വരണേടാ. ആദിയോടും സാറിനോടും ഞാൻ പറയാം. വരാം സാർ. ലക്ഷ്മിയെ കണ്ടിട്ട് ഒരുപാടായി. അവളോട് ഞാൻ വിളിച്ചു പറയാം. സാറ് വരുമ്പോൾ ലച്ചുവിനെയും കൂടി. അഭിമന്യു ചിരിച്ചു പോയി. പിന്നെ സീതയെ കൊണ്ടുവരാതിരിക്കോ? ഞങ്ങൾ വരും. അവൻ ലെറ്റർ ടേബിളിലേക്ക് വെച്ചു. നിത്യ, ഇന്നലെ ലക്ഷ്മിയുടെ അച്ഛനെ ഞാൻ കണ്ട വിവരം അവൾ അറിയരുത്. നിത്യ ഒന്നും മിണ്ടിയില്ല. ഞാൻ വീട്ടിൽ പോയില്ല. അദ്ദേഹത്തോട് സംസാരിച്ചതുമില്ല. ആരെന്ന് പരിചയപ്പെടുത്തും, അതുകൊണ്ടാണ്. എന്തായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടനെ പോകാം. നിത്യ തലകുലുക്കി. അഫിയും ആരവും കല്യാണക്കാര്യവും അമ്മയുടെ കാര്യങ്ങളും സംസാരിച്ചിരുന്നു. വീട്ടിൻ്റെ കാര്യവും സിദ്ധുവിൻ്റെ അവസ്ഥയും പറഞ്ഞാലോ? സാറ് സഹായിക്കും.
പക്ഷേ ലക്ഷ്മി അറിഞ്ഞാൽ വേണ്ട വേണ്ട ശരിയാകില്ല. നിത്യ ആലോചനയിലിരുന്നു. അഫി ഇടയ്ക്ക് അവളുടെ മുഖത്തേക്ക് നോക്കി. ബെസ്റ്റ് ഫ്രണ്ടാണ്. വീട്ടിൽ നടന്നത് പറഞ്ഞാൽ ഒരു പക്ഷേ ലക്ഷ്മിയോട് പറഞ്ഞാലോ? 10 മണിക്ക് തന്നെ രാജനും ഭാര്യ സാവിത്രിയും പുരയിടം എഴുതിക്കാൻ വന്നിരുന്നു. പറഞ്ഞതുപോലെ അഫിയുടെ വക്കീലും എത്തി. അവർ പറയുന്ന ഇടങ്ങളിലെല്ലാം ഒപ്പുവെക്കുമ്പോൾ ആ അച്ഛൻ്റെ കണ്ണുകൾ തോരാതെ പെയ്തു. സങ്കടം കൊണ്ടല്ല, ഇനി ആരെയും പേടിക്കാതെ കിടന്നുറങ്ങാം എന്ന സന്തോഷം കൊണ്ട്. എല്ലാം കഴിഞ്ഞ് വക്കീൽ പോകാനിറങ്ങി. സാർ, സിദ്ധു ഓടി വന്നു. എനിക്ക് അഭിമന്യു സാറിൻ്റെ നമ്പർ ഒന്ന് തരുമോ? അയാൾ നമ്പർ പറഞ്ഞു കൊടുത്തു. തൊട്ടടുത്ത നിമിഷം വിളിക്കുകയും ചെയ്തു. ഹാപ്പി അല്ലേ സിദ്ധൂട്ട? കോൾ എടുത്ത പാടെയുള്ള ചോദ്യം. അവൻ മൗനമായി ആ വിളിക്ക് വേണ്ടി കാതോർത്തു. സിദ്ധൂട്ട, നീ പോയോ ചെക്ക? ഇല്ല താങ്ക്സ്. പിന്നെ എൻ്റെ നമ്പർ എങ്ങനെ? അവന് സംശയം. അത് സീതയുടെ കയ്യിൽ നിന്ന് പൊക്കി. എന്തുണ്ടേലും വിളിക്കണം കേട്ടോ. സിദ്ധു തിരിഞ്ഞ് സ്കൂട്ടിയിലേക്ക് കയറുന്ന രാജൻ അടുത്തേക്ക് നടന്നു. ഇന്നെന്താ ആൻറ്റിയാണോ ഡ്രൈവ് ചെയ്യുന്നത്? സാവിത്രിക്ക് പിന്നിലിരിക്കുന്ന രാജനെ നോക്കി അവൻ പുച്ഛത്തിൽ ചിരിച്ചു. ഒന്നും പറയണ്ട മോനെ, 2 വിരലൊടിഞ്ഞു, ബാൻഡേജ് ഇട്ടിരിക്കുക. ചെയ്ത പ്രവൃത്തിക്ക് ദൈവം തിരിച്ചടി കൊടുത്തതാ, സാവിത്രി അരിശത്തിൽ പറഞ്ഞു. അയാൾ തല താഴ്ത്തി പിടിച്ചു. വേണ്ട സാവിത്രി, രാജൻ പാവാണ്. മുൻപൊക്കെ എന്നെ മാധവേട്ടാൻ തന്നെയാണ് വിളിച്ചത്. പിന്നെ ഏതോ നശിച്ച സമയത്ത് ഒരു തെറ്റുപറ്റി, ക്ഷമിക്കാൻ നമുക്ക്. മാധവൻ സിദ്ധുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ചെക്കൻ അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് അയാൾക്കറിയാം. ഇന്നലെ കിട്ടിയ അടിയുടെ വേദന കാരണം ഈറ്റി വലിച്ച് ഉറങ്ങിയവനാ. ചേച്ചിയെപ്പോലെ തണ്ടിന് തുണ്ടെന്ന് മറുപടി പറയുന്ന സൽപുത്രൻ. എന്നെ വിടച്ച, അയാൾക്ക് നന്നായിട്ട് കൊള്ളുന്ന രീതിയിൽ പറയാൻ നിന്നതാ ഞാൻ. വേണ്ട മോനെ, ഇന്നലെ നിനക്ക് ഉറങ്ങാനെങ്കിലും പറ്റി. പക്ഷേ ആ കുഞ്ഞു കൊടുത്ത അടിയുടെ വേദനയിൽ രാജൻ ഉറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല. റോഡിൻ്റെ സൈഡിലൂടെ നടക്കുമ്പോൾ അച്ചമ്മ പറഞ്ഞു, ഓ അത് രാവണൻ്റെ സിക്സറായിരുന്നു. എന്നാലും യാദവിന് കൊടുത്തത്, അതാണ് രസം. സിദ്ധു ഇന്നലെ വീട്ടിലിറങ്ങേറിയ ചവിട്ട് നാടകം ഓർത്ത് പൊട്ടിച്ചിരിച്ചു. ഒപ്പം കണ്ണും നിറഞ്ഞു. മോനെ നിർത്തടാ. അച്ചമ്മ സിദ്ധുവിൻ്റെ തോളിൽ തട്ടി. അവൻ കണ്ണുകൾ തുടച്ചു. എൻ്റെ ചേച്ചി ഭാഗ്യവതിയാ, ഇങ്ങനെ ഒരാളെ ഭർത്താവായി കിട്ടിയില്ലേ. ഞാനിപ്പോൾ വിളിച്ചിരുന്നു. മാധവൻ അവനെ ആകാംക്ഷയിൽ നോക്കി. ഇനി എന്താവശ്യമുണ്ടേലും വിളിക്കണം എന്ന് പറഞ്ഞു. വേണ്ട മക്കളെ, ഇനി ഒന്നിനും ശല്യം ചെയ്യണ്ട. അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. നമ്മളായി ഒന്നും പറയണ്ട. ലക്ഷ്മ പറയും, അങ്ങനെ മതി. അവർ 3 പേരും ചിരിച്ചും സംസാരിച്ചും പോകുന്നത് കണ്ടതും യാദവിൻ്റെ കണ്ണിൽ അഗ്നി ജ്വലിച്ചു. സന്തോഷിക്കുന്ന കണ്ടില്ലേ, അവൾക്ക് സമാധാനം കിട്ടില്ല. ആ മണിമാളികയിൽ സീതാലക്ഷ്മി സുഖിച്ച് ജീവിക്കില്ല. അവൻ നടുവിന് കൈവച്ചു. നിൻ്റെയൊക്കെ ചിരി മങ്ങും അവൾ ഒരു കൊച്ചിനെയും ചുമന്ന് വരുമ്പോൾ. ശരിയാ ബേബി, ഇനിയെല്ലാം നല്ല പ്ലാനിങ്ങോടെ ആവണം. അതിന് നമ്മൾ 2 മാത്രം പോരാ. ശില്പയും ശീതളും ചന്ദ്രപാലും. അയാളെ കൊണ്ട് ഒന്നിനും പറ്റില്ല, പക്ഷേ ഒപ്പം കൂട്ടാം. നമ്മുടെ ആവശ്യം നടക്കണമല്ലോ. അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞു. നടുവിന് കൈതാങ്ങിക്കൊണ്ട് അവൾ നിവർന്നു. വേദനയിൽ വിളിച്ചു. എന്താ കുഞ്ഞെ, ഉളുക്കോ മറ്റോ വീണോ? അല്ല, പീരീഡ്സ് ആണ്. ആദ്യത്തെ 2 ദിവസം എനിക്ക് ഇങ്ങനാ. എന്നാലും വേദന കാര്യമാക്കാതെ അവർക്കൊപ്പം നിന്ന് ജോലികളൊക്കെ ചെയ്തു. വീട്ടിലേക്ക് ആദ്യം വന്നത് ആദിയാണ്. സ്റ്റെപ്പുകൾ കയറുമ്പോൾ ഓപ്പോസിറ്റായി ഇറങ്ങി വരുന്ന നിധിയെ കണ്ട് അവൻ മുഖം ചുളിച്ചു. പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞോ? ഇനി ആരെ പഠിപ്പിക്കാനാ പോകുന്നേ? ആദ്യം അവളെ തുറച്ചു നോക്കി. അല്ല, അനിയൻ്റെ ഭാര്യ നല്ല ഉറക്കമാ. നിങ്ങൾ ഒരുമിച്ച് ഒരു വയറ്റിൽ കിടന്നവരല്ലേ? US വരും മുന്നേ ഒരു പ്ലേറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചവർ. പെട്ടെന്നാണ് വലിയൊരു ശബ്ദം കേട്ടത്. വേദനയിൽ നിധിയുടെ വായിൽ നിന്ന് കാറ്റ് പോലും പുറത്തേക്ക് വന്നില്ല. ദേ, എൻ്റെ വീടായത്. ചവിട്ടി ഇറക്കണ്ട എങ്കിൽ വാക്കിലും നോട്ടത്തിലും നടത്തത്തിലും മര്യാദ വേണം, അച്ചടക്കവും. ഇല്ലേൽ. അവൻ വീണ്ടും കൈ ഉയർത്തി. അവൾ പിന്നിലേക്ക് നീങ്ങിയതും ബാക്ക് സ്റ്റെപ്പിൽ തട്ടി ഒന്ന് മറഞ്ഞു. നേരെ മൂടും കുത്തി വീണു. ഉരുണ്ട് പോകാതിരിക്കാൻ ആദി കാൽ വെച്ച് തടഞ്ഞു. എഴുന്നേറ്റ് പോടി. ഞാനൊന്ന് കണ്ണടച്ചിരുന്നേൽ നിധി താഴേക്ക് പതിച്ചേനെ. അവൻ മുരണ്ടു. ആദി പോയി. അവൾ ആ ഇരിപ്പിരുന്നു. ചുമ്മാതല്ല ആൻറ്റിക്ക് നിന്നെ ഇഷ്ടമല്ലാത്തത്. അവൾ താഴേക്ക് നോക്കും മുന്നേ
സിനി ചേച്ചി ചിരി അടക്കി പിടിച്ച് കിച്ചണിലേക്ക് ഓടി. അഫി കുറച്ച് ലേറ്റായാണ് വന്നത്. എന്താടാ ലേറ്റ്? ഇത് പതിവാക്കണ്ട, വർമ്മ ഗൗരവത്തിൽ പറഞ്ഞു. മമ്മ വരുന്നത് കണ്ടതും അഫി ബാഗ് പിന്നിലേക്ക് മറച്ചു പിടിച്ചു. ആദിയുടെ കണ്ണ് ആ ബാഗിലാണ്. ബിന്ദു ചേച്ചി 3 പേർക്കും കോഫിയുമായി വന്നു. അഫി കപ്പെടുത്തു. അർത്ഥം വെച്ച് അവരെ നോക്കി. കുഞ്ഞിന് വയ്യ, കിടക്കുക. അവരുടെ പതിഞ്ഞ സ്വരം. ആദി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. മോനു വാ, സ്നാക്സ് കഴിക്കാം, ഇന്ദുജ നിധിക്കൊപ്പം ഇരുന്നു കൊണ്ട് പറഞ്ഞു. വേണ്ട മമ്മ, ഒന്ന് ഫ്രഷ് ആവട്ടെ. കോഫി കപ്പും പിടിച്ച് നടന്നു. ഇന്ദുജയുടെ ശ്രദ്ധ വിട്ടതും പിന്നെ ഒരു ഓട്ടമായിരുന്നു. കുടിച്ചുകൊണ്ടിരുന്ന കോഫി തരിപ്പിൽ കയറിയതും ആദി ചുമച്ചു. വർമ്മ അവൻ്റെ തലയിൽ തട്ടി. എൻ്റെ അച്ഛാ, ഈ ചെക്കന് ഇങ്ങനെയും മാറ്റം. ഷോ, ലക്ഷ്മി ആള് കൊള്ളാം. വർമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അവൻ്റെ ബാഗിൽ എന്തോ ഉണ്ടായിരുന്നു. ഗർഭിണികളെ പോലെ വീർത്തിരുന്നു. ഒന്നുകിൽ കഴിക്കാൻ എന്തോ വാങ്ങിയതാ, ഇല്ലേൽ മുല്ലപ്പൂ ആയിരിക്കും. അച്ഛന് നാണം വന്നതും ആദിയുടെ ചുണ്ടുകൾ ഉച്ചത്തിൽ കോടി. മുല്ലപ്പൂ ആയിരിക്കും. വർമ്മ തുള്ളിച്ചാടുന്നുണ്ട്. എന്താ ലക്ഷ്മി? അവൾ ഹെഡ് റെസ്റ്റിൽ ചാരി. കണ്ണൊക്കെ രക്തമയമില്ലാത്ത പോലെ ആയിരുന്നു. വയറുവേദനയാണോ? ഹോസ്പിറ്റലിൽ പോകാം സീത? വേണ്ട. അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. ബാക്ക് പെയിൻ ഉണ്ടോ? ആ ഉണ്ട്. അഫി എഴുന്നേറ്റു. സാർ എവിടെ പോവാ? താഴേക്ക് ഹോട്ട് വാട്ടർ എടുക്കാം. ലക്ഷ്മി ചിരിയോടെ അവനെ അടുത്തേക്ക് വരാൻ കൈകാട്ടി. ഞാൻ പോയി എടുക്കാം. അഫി ഇവിടെ ഇരുന്നോ. മാഡം കണ്ടാൽ പിന്നെ അത് മതി. അവനൊന്ന് മൂളി. കിച്ചണിൽ പോയി തിരികെ വരുന്ന ലക്ഷ്മിയെ കണ്ടതും ഓപ്പൺ ബാൽക്കണിയിൽ നിന്ന നിധിയുടെ കണ്ണുകൾ തിളങ്ങി. കയ്യിലിരുന്ന പേപ്പേഴ്സിൽ മുറുകെ പിടിച്ചു. ഒന്ന് നിന്നേ. ലക്ഷ്മി തിരിഞ്ഞു നോക്കാതെ നിന്നു. നിധി അവളെ ചുഴിഞ്ഞു നോക്കി. വിശേഷമുണ്ടോ? ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല. ദേ ഇത് കണ്ടോ, എൻ്റെ ഹോസ്പിറ്റൽ റിപ്പോർട്ടാണ്. നിധി ഫയൽ അവൾക്ക് നേരെ നീട്ടി. എനിക്കെന്തിനാ? ഞാൻ ഡോക്ടറല്ല. നീ ആദിചേട്ടനെ കാണിക്ക്, അദ്ദേഹത്തിന് മനസ്സിലാകും. ശോ ലക്ഷ്മി, ഇത് നിനക്ക് കാണാനുള്ളതാ. ഗൈനക് റിപ്പോർട്ടാണ്. ലക്ഷ്മിക്ക് ചെറിയൊരു പേടി തോന്നി. നിന്റെ ഭർത്താവില്ലേ, അവൻ തന്ന സമ്മാനങ്ങൾക്ക് അടയാളമാ. ഒന്ന് വായിച്ചു നോക്ക്. അവൾ വിറച്ചു പോയി. കയ്യിലേക്ക് നിധി തിരികെ കയറ്റിയ റിപ്പോർട്ടുകൾ ഒന്നൊന്നായി നോക്കി. ശരിയാണ്, 2 പ്രാവശ്യം. ഞാൻ ചെറുതല്ലേ, അതാ. നിധിയുടെ കണ്ണിൽ കള്ള കണ്ണുനീർ. ലക്ഷ്മിക്ക് ചിരി വന്നു. ഹോ ഭാഗ്യം, എൻ്റെ ഭർത്താവിന് അപ്പോൾ കഴിവുണ്ട്. ഞാൻ കരുതി ഇനി കുഞ്ഞെന്ന എൻ്റെ മോഹം നടക്കില്ലേ എന്ന്. ഇപ്പം സന്തോഷമായി. നിധി കണ്ണും തള്ളിപ്പിടിച്ച് നിൽക്കുവാണ്. താങ്ക്സ്, എൻ്റെ പേടി മാറ്റി തന്നതിന്. 1.5 മാസത്തിൽ കൂടുതലായി. സാറിൻ്റെ സ്റ്റാഫായി വന്ന സമയം മുതൽ എല്ലാം ഉണ്ട്. പക്ഷെ ഇതേവരെ സെറ്റ് ആവാതിരുന്നപ്പോൾ കുഞ്ഞൊരു പേടി തോന്നി. ഇപ്പം ആശ്വാസം. അവൾ കൊടുത്ത ഫയൽ തിരികെ കൊടുത്തു. കൊണ്ടുപോടി നിന്റെ ഏവൻ്റെങ്കിലും മുതലിനെ എൻ്റെ അഭിയുടെ മേലെ കെട്ടിവെച്ചാലുണ്ടല്ലോ, കരണോടിച്ച് പുകയ്ക്ക് ഞാൻ. ലക്ഷ്മി ഡോർ തള്ളി തുറക്കും മുന്നേ ഒരു കൈ വന്ന് അവളെ വലിച്ചെടുത്ത് അകത്തേക്ക് കയറ്റി. എന്താ മാസ് ഡയലോഗ്. താങ്ക് യു സീത. ഞാനൊന്ന് ഭയന്നു. നിന്റെ കണ്ണ് നിറഞ്ഞപ്പോൾ ലക്ഷ്മി അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു. വിശ്വാസമുണ്ട്. അവളെ അങ്ങനെ ഇല്ലല്ലോ അഫി. പ്രോമിസ്. അതിനെ എനിക്കിഷ്ടമല്ല. ഇന്ദ്രൻ്റെ മകളായതാണ് മെയിൻ കാരണം. പിന്നെ ക്ഷമിക്കുന്നത് പ്രവീണ ആൻറ്റിയെ ഓർത്ത് മാത്രം. ഹോട്ട് വാട്ടർ ബാഗ് വയ്ക്കുമ്പോൾ പില്ലോയിൽ മുഖം ചരിച്ചു വെച്ച് അവനെ നോക്കിക്കിടന്നു. അവൾക്ക് അഫിയെ ഇഷ്ടമാണ്. എൻ്റെ സീത, നിന്റെ തോന്നല. എന്നെ കിട്ടിയില്ലേൽ അവൾ ആദിക്ക് മേലെ ചായും. അയ്യോ, ലക്ഷ്മി ഉറക്കെ വിളിച്ചു. പക്ഷേ അവിടെ കളി നടക്കില്ല. വരുന്ന ആളെ ഒരു ഭൂലോക തരികിടയാ. അഫി വാഷ്റൂമിൽ നിന്ന് വരുമ്പോൾ ലക്ഷ്മി എഴുന്നേറ്റിരിക്കുന്നുണ്ട്. പെയിൻ മാറിയില്ലേ സീത? അവൻ ബാഗിൽ നിന്നും ഒരു പാഴ്സൽ എടുത്തു. കഴിച്ചോ? എന്നും ഇവിടുത്തെ നോൺ വെജ് കഴിച്ച് മടുത്തിരിക്കുവല്ലേ? ലക്ഷ്മി പൊതി തുറക്കും മുന്നേ മൂക്കിലേക്കാണ് വെച്ചത്. എന്താണ്? അഫി കുറുമ്പോടെ അരികിലിരുന്നു. മസാല ദോശയാണല്ലേ? അവളുടെ മുഖത്തെ തെളിച്ചം, ആ സന്തോഷം അവൻ കണ്ണിറച്ച് കണ്ടു.